അങ്ങനെ ഒരു 100 കിലോമീറ്റർ ഡ്രൈവിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് ഓർത്ത് ഇവിടെ കയറിയതാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല ചൂടും. നമ്മുടെ ഈ സോളോ ട്രിപ്പിൽ ആദ്യമായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു. അങ്ങനെ ഒരു 20 കിലോമീറ്റർ ഒരു ഗ്രാമത്തിൽ കൂടി എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. വീണ്ടും നാഷണൽ ഹൈവേയിൽ എത്തിയപ്പോഴാണ് ഒരു പെട്രോൾ പമ്പ് കണ്ടത്. ഒരു 500 ഫുൾ ടാങ്ക് ആയില്ല, എന്നാലും ഇത് മതിയായിരുന്നു. ഇനിയും ഏകദേശം ഒരു 280 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തത്തുള്ളൂ. അപ്പോഴേക്ക് സമയം ഏകദേശം ഒരു 4 മണിയായി. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു സ്പോട്ടാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. കുറച്ച് ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസും എടുത്തു. അങ്ങനെ ആ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ട്രെയിൻ വരുന്നതും അതിൽ പാസ് ചെയ്ത് പോകുന്നതും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അവിടെ നിന്നും അടുത്ത് നമ്മൾ പോയത് ഒരു റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ. ഇന്നത്തെ ദിവസം കുറെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായി. ഇവിടെ നിന്നും മുംബൈയിലോട്ടുള്ള യാത്ര കുറച്ച് പാട് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഫൈനലി മുംബൈ എത്തി. അങ്ങനെ ഏകദേശം ഒരു 1400 കിലോമീറ്ററിനടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചു.